നീങ്ങാൻ സാധിക്കില്ല. പിന്നെ ഈ നാട്ടിൽ വന്ന് നമ്മളെ പാർട്ടി പ്രവർത്തനമൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ ആ പാർട്ടി പ്രവർത്തനം ഒത്തിരി പ്രയാസങ്ങളുണ്ടായപ്പോൾ ഞാൻ അതിൽ നിന്നും വിവേചിച്ചാൽ ഇപ്പോഴും പാർട്ടി അനുഭാവിയായിട്ട് നിൽക്കുകയാണ്. എങ്കിലും എനിക്ക് VS-നോട് വലിയ ആത്മാർത്ഥമായ ദൂരം കടപ്പാടുള്ള ഒരു വ്യക്തിയാണ്. എനിക്ക് കൂടുതൽ സംസാരിക്കുമ്പോൾ എനിക്കൊരു കരയാനായിട്ടുള്ള ഇതാ വരുന്നത്. അതുകൊണ്ട് എനിക്ക് സംസാരിക്കാൻ ദീർഘനേരം സമയം തരണം. ഞാൻ VS എന്ന് പറഞ്ഞാൽ VS-ന്റെ ജീവിത രീതിയും നമ്മുടെ ആ ഭക്ഷണത്തിൻ്റെ ക്രമീകരണങ്ങളും VS-ന്റെ വ്യായാമങ്ങളും കൊണ്ടാണ് ആ സഖാവ് ഇത്ര നാളും ഈ 102 വയസ്സ് വരെ ജീവിക്കാനുള്ള കാരണം. പാർട്ടിക്ക് വേണ്ടി അങ്ങേയറ്റം പ്രയത്നിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്ത ഒരു സഖാവാണ് ആ സഖാവിനെ ഒരിക്കലും നമുക്ക് മറക്കാനൊക്കത്തില്ല. എൻ്റെ മക്കളോട് പോലും ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, ഈ പ്രസ്ഥാനത്തിൽ വേണം നമ്മൾ അടിയുറച്ച് നിൽക്കാൻ. നമ്മളവിടെ നിന്ന് പോകുന്നെങ്കിലും ഞാനിപ്പോഴും ആ പ്രസ്ഥാനത്തിന് വേണ്ടി നിലകൊള്ളുന്ന ഒരു വ്യക്തിയാണ്. നമ്മുടെ ഈ പാർട്ടി പ്രവർത്തകർ VS-നെ കണ്ട്, VS-ന്റെ മാതൃക കണ്ട്, VS എങ്ങനെയോ ജനങ്ങളിൽ പ്രവർത്തിച്ചോ അതുപോലെ തന്നെ പാർട്ടി പ്രവർത്തകർ ജനങ്ങളുമായിട്ടുള്ള ബന്ധം ഉണ്ടാകണം. എങ്കിൽ മാത്രമേ നമ്മുടെ ഈ പ്രസ്ഥാനത്തിന് ജനങ്ങളുണ്ടാകത്തുള്ളൂ. അതാണ് എനിക്ക് കൂടുതലും പറയാനുള്ളത്. VS-ന്റെ ഈ സ്മരണ എന്നും എൻ്റെ മനസ്സിലും ഉണ്ടാവും, എൻ്റെ കുടുംബത്തിലും ഉണ്ടാവും. എനിക്കത് വിവരിക്കാൻ വാക്കുകളില്ല. എങ്കിലും എനിക്ക് ഒത്തിരി കാര്യങ്ങളുണ്ട്. VS-ന്റെ ഈ മരണത്തിൽ അഗാധമായ ദുഃഖങ്ങളും സങ്കടങ്ങളും കൊണ്ട് 1000 പുഷ്പാഞ്ജലി അർപ്പിച്ചുകൊള്ളുന്നു. വളരെയധികം നന്ദി ശ്രീ തിലകൻ. വളരെ വൈകാരികമായിട്ടുള്ള പ്രതികരണങ്ങളാണ് നമുക്ക് ഇന്നലെ മുതൽ ഓരോ പ്രേക്ഷകരുടെ അടുത്തു നിന്നും ലഭിക്കുന്നത്. അത്രമാത്രം VS അച്യുതാനന്ദൻ എത്രമാത്രം ജനപ്രിയനായിരുന്നു എന്നുള്ളതിനുള്ള ഉദാഹരണമാണ് ആ ഓരോ പ്രതികരണങ്ങളിൽ നിന്നും നമുക്ക് വ്യക്തമാകുന്നത്. ഇപ്പോൾ അദ്ദേഹത്തെ അവസാനമായി കാണുവാൻ അദ്ദേഹത്തിൻ്റെ വേലിക്കകത്തെ ആലപ്പുഴയിലെ വീട്ടിലെത്തിയിരിക്കുന്ന ജനങ്ങളെ കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാവും എത്രമാത്രം അദ്ദേഹം ജനപ്രിയനായിരുന്നു, എത്രമാത്രം അദ്ദേഹത്തെ ആളുകൾ സ്നേഹിച്ചിരുന്നു എന്ന് നമുക്ക് മനസ്സിലാകും. അദ്ദേഹം പിറന്നു വീണ മണ്ണിൽ അദ്ദേഹം അവസാനമായി എത്തിയിരിക്കുകയാണ്. എന്നാൽ അദ്ദേഹത്തെ കാണാൻ എത്തിയിരിക്കുന്ന നിരവധി ആളുകളെ അദ്ദേഹം കാണുന്നില്ല. വിളിക്കുന്ന മുദ്രാവാക്യങ്ങളൊന്നും അദ്ദേഹം കാണുന്നില്ല. ഇരുപതിലേറെ മണിക്കൂറുകൾ പിന്നിട്ടതിന് ശേഷമാണ് തിരുവനന്തപുരത്ത് നിന്നും ആരംഭിച്ച വിലാപയാത്ര അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് എത്തിയത്. നിരവധി ആളുകളാണ് ഈ വഴിയോരങ്ങളിൽ അദ്ദേഹത്തിനെ അവസാനമായി കാണാൻ എത്തിയത്. കൊല്ലത്ത് നിന്നും സുധാകരൻ നമ്മളോടൊപ്പം ചേരുന്നു. നമസ്കാരം ശ്രീ സുധാകരൻ. താങ്കൾ എങ്ങനെയാണ് VS അച്യുതാനന്ദനെ ഓർമ്മിച്ചെടുക്കുന്നത്? ഞാനൊരു കമ്മ്യൂണിസ്റ്റുകാരനാണ്. എൻ്റെ അച്ഛൻ വലിയ കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു. പിന്നെ എൻ്റെ വീടിൻ്റെ അടുത്ത് വന്ന് അദ്ദേഹം പ്രസംഗമൊക്കെ നടത്തിയിട്ടുണ്ട്. പിന്നെ അദ്ദേഹം ഭരിക്കുന്ന സമയത്ത് എനിക്ക് ഭരണത്തിൻ്റെ കാര്യങ്ങളൊക്കെ അറിയുകയും ചെയ്യാം. അദ്ദേഹം ഒരു നല്ലൊരു ഭരണകർത്താവായിരുന്നു. ഈ ജനങ്ങളുടെ ഒരു രക്ഷകർത്താവ് എന്ന രീതിയിൽ ആയിരുന്നു അദ്ദേഹത്തിൻ്റെ പെരുമാറ്റങ്ങൾ. എനിക്ക് വളരെ വളരെ ഇഷ്ടപ്പെട്ട എൻ്റെ ആദരണീയനായ ഒരു നേതാവാണ്. എനിക്ക് 71 വയസ്സുണ്ട്. അപ്പോൾ ഈ ഭരണമെല്ലാം അദ്ദേഹം ഭരിക്കുന്ന സമയമൊക്കെ എനിക്ക് നല്ല വ്യക്തമായിട്ട് അറിയാം. അപ്പോൾ എനിക്ക് ഈ ആശുപത്രിയിലായത് മുതൽ ഞാൻ വളരെ ദുഃഖിതനാണ്. കാരണം അദ്ദേഹം ജീവിച്ചിരുന്നെങ്കിൽ ഇന്നത്തെ രാഷ്ട്രീയക്കാർക്കൊക്കെ രാഷ്ട്രീയ നേതാക്കന്മാർക്കൊരു പാഠമായേനെ എന്നൊക്കെ ഞാൻ ധരിച്ചുപോയി. നന്ദി, നമസ്കാരം. വളരെയധികം നന്ദി. കേരള വിഷൻ ന്യൂസിലൂടെ തങ്ങളുടെ ഓർമ്മകൾ പങ്കുവച്ചതിന് VS അച്യുതാനന്ദനെ ആദരാഞ്ജലികൾ അർപ്പിച്ചതിന് വളരെയധികം നന്ദി.
നമ്മളോടൊപ്പം ചേരുന്നു. വത്സൻ, ഏതാനും നിമിഷങ്ങൾക്കകം VS അച്യുതാനന്ദൻ ഒരു ഓർമ്മയായി മാറുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ ആലപ്പുഴയിൽ നിന്നും കാണുന്നത്. ഇപ്പോൾ താങ്കൾക്ക് എന്താണ് VS അച്യുതാനന്ദനെ കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവയ്ക്കാനുള്ളത്? ഞാൻ പുസ്തകം വായിച്ചറിഞ്ഞാൽ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഞാൻ ഇഷ്ടപ്പെടുന്ന സത്യസന്ധനായ ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവാണ് അച്യുതാനന്ദൻ. ലാൽസലാം. വളരെയധികം നന്ദി ശ്രീ വത്സൻ, കേരള വിഷൻ ന്യൂസിനോടൊപ്പം പങ്കുചേർന്നതിന്. സമരസൂര്യൻ പിറന്ന മണ്ണിൽ അവസാനമായി എത്തിയിരിക്കുകയാണ്. അദ്ദേഹത്തെ അവസാനമായി കാണാൻ നിരവധി ആളുകളാണ്, ആയിരങ്ങളാണ് തടിച്ചുകൂടിയിരിക്കുന്നത്. 10,000-ങ്ങളാണ് അദ്ദേഹത്തിന് അവസാനമായി കാണാൻ എത്തിയിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ വേദിക്കകത്തെ വീട്ടിൽ കുടുംബാംഗങ്ങൾ കണ്ടതിന് ശേഷം ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം പൊതുദർശനത്തിനായി പുറത്തേക്ക് എടുത്തിരിക്കുകയാണ്. നിരവധി ആളുകളാണ് അവസാനമായി അദ്ദേഹത്തെ ഒരു നോക്ക് കാണുവാനായി എത്തിയിരിക്കുന്നത്. ഇതിനുശേഷം ആലപ്പുഴയിലെ DC ഓഫീസിലേക്ക് അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം കൊണ്ടുപോകും. നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. കൊടകരയിൽ നിന്നും സരോജിനിയാണ് നമ്മളോടൊപ്പം ചേരുന്നത്. നമസ്കാരം സരോജിനി, താങ്കൾക്ക് എങ്ങനെയാണ് താങ്കൾ VS അച്യുതാനന്ദനെ ഓർത്തെടുക്കുന്നത്? ഞാൻ കൊടകര എന്ന് പറഞ്ഞ സ്ഥലം ഞങ്ങളുടെ പഞ്ചായത്ത് മറ്റത്തൂരാണ്. താമസം നാടിപ്പാറയാണ്. അപ്പൊ എന്തെന്ന് വെച്ചാ ഞങ്ങളുടെ നല്ല സഖാവായിരുന്നു VS. ഞങ്ങളുടെ അച്ഛമാമനായിരുന്നു. ഞങ്ങൾക്ക് വെളിച്ചെന്ന മാമൻ വെളിച്ചം ഞങ്ങൾക്ക് ഇന്ന് തൊട്ടില്ല. 3 ദിവസമായി അച്ഛമാമന്റെ ന്യൂസ് കണ്ട് കാണാൻ പറ്റില്ല. തൃശ്ശൂരായിരുന്നെങ്കിൽ ഞാൻ വന്ന് കണ്ടേനെ. ഇപ്പൊ ന്യൂസ് കണ്ട് 3 ദിവസമായി ന്യൂസ് കണ്ട് സങ്കടം കൊണ്ട് എനിക്ക് പറയാൻ പറ്റുന്നില്ല. ഞങ്ങളുടെ സഖാവിന് മരിച്ചാലും സഖാവ് മരിച്ചിട്ടില്ല. ഞങ്ങളിലൂടെ ഞങ്ങളുടെ സഖാവ് ജീവിച്ചിരിക്കുന്നുണ്ട്. ഇത്ര മാത്രമല്ല തന്നെ ഞങ്ങളുടെ സഖാവിന് അതാണ് ഞാൻ ആർപ്പിക്കുന്നു. ഞങ്ങളുടെ മറ്റത്തൊരു പഞ്ചായത്തിൽ ഞാൻ താമസിക്കുന്ന നാടിപ്പാറ ദേശത്തുള്ള എല്ലാവർക്കും വേണ്ടി ഞാൻ അന്ത്യാഭിചാരണം ആചരിക്കുന്നു. സഖാവേ, ഞങ്ങളിലൂടെ മുന്നോട്ട് ഞങ്ങളും സഖാവിന്റെ ജീവനും വളരെയധികം നന്ദി. ഇപ്പോൾ നമ്മളോടൊപ്പം റിയാസ് KMR ചേരുന്നു. റിയാസ്, ഈ ഒരു പ്രേക്ഷകരുടെ ഓരോരുത്തരുടെയും പ്രതികരണങ്ങൾ നമ്മൾ ഓരോരുത്തരുടെയും മിഴികൾ നനയ്ക്കുന്ന തരത്തിലുള്ളതാണ്. വളരെയധികം വൈകാരികമായിട്ടുള്ള പ്രതികരണങ്ങൾ നമ്മൾ കേട്ടിരുന്നു. ഈ 2 ദിവസമായി നമ്മൾ വിളിക്കുന്ന പ്രേക്ഷകരാണെങ്കിലും ഈ ഒരു പുറത്തു നിന്നുള്ള പ്രതികരണങ്ങളാണെങ്കിലും എല്ലാം വളരെയധികം വൈകാരികമായിട്ടുള്ള പ്രതികരണങ്ങളാണ്. ഞങ്ങളുടെ അച്ചുമാമയാണ് എന്ന് പറയുന്ന നിരവധി ആളുകളുണ്ട്. പ്രായം കൂടിയവരും ഈ ഒരു യുവാക്കളടക്കം നിരവധി ആളുകൾ, ഈ ഒരു പ്രായഭേദമന്യേ നിരവധി ആളുകളാണ് അദ്ദേഹത്തെ സ്നേഹിക്കുന്നത് എന്ന് നമുക്ക് ഈ ഒരു 2 ദിവസം കൊണ്ടുള്ള നമുക്ക് വരുന്ന പ്രേക്ഷക പ്രതികരണങ്ങളിൽ നിന്ന് വ്യക്തമാണ്. നിറകണ്ണുകളോടെ നിരവധി ആളുകൾ നമ്മളോട് സംസാരിക്കുന്നത് നമ്മൾ കേട്ടിരുന്നു. ഇപ്പോൾ സംസാരിച്ച ആൾ പറയുന്നതും അതുപോലെ തന്നെയാണ്. ഞങ്ങളിലൂടെ മരിക്കുന്നില്ല, ഞങ്ങളിലൂടെ ഇനി അച്യുതാനന്ദൻ ജീവിക്കും എന്നാണ് അവർ പറയുന്നത്. റിയാസ് KMR തുടരാം. ഇവിടെ വേലിക്കകത്ത് വീട്ടിൽ അത്യധികം വൈകാരികമായ രംഗങ്ങൾ തന്നെയാണ് കാണുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇപ്പോൾ ഒരു പ്രേക്ഷകരുടെ ആ ശബ്ദം ഞാൻ കേട്ടു. വളരെ വൈകാരികമായി അവർ വിതുമ്പി കരയുന്ന ഒരു കാഴ്ച നമുക്ക് കേൾക്കാൻ കഴിഞ്ഞു. ഇവിടെ വേലിക്കകത്ത് വീട്ടിൽ അതിനേക്കാൾ വൈകാരികമായ രംഗങ്ങളാണ്. പ്രിയപ്പെട്ട സഖാവിൻ്റെ മൃത ശരീരത്തിനരികിലേക്ക് എത്തുമ്പോൾ വൈകാരികമായി ഇടനെഞ്ചിൽ നിന്നും മുദ്രാവാക്യങ്ങൾ ഉയർത്തി പുഷ്പവൃഷ്ടി നടത്തിയൊക്കെ അവർ പ്രിയപ്പെട്ട നേതാവിനെ യാത്രയക്കുകയാണ്. ഒരു നോക്ക് കാണാനുള്ള വലിയ തിക്കും തിരക്കുമാണ് ഇവിടെ അനുഭവപ്പെടുന്നത്. ജനങ്ങൾ ഒരു നോക്ക് കാണാനായി അവരെ നിയന്ത്രിക്കാൻ പോലീസും റെഡ് വളണ്ടിയർമാരും നേതാക്കളുമൊക്കെ പാടുപെടേണ്ടി വരുന്നൊരു സാഹചര്യം ഇപ്പോൾ
ഈ പൊതുദർശനത്തിന് വെച്ച മൃതശരീരത്തിന്റെ ഈ ശവമഞ്ചത്തിന്റെ 2 ഭാഗങ്ങളിലൂടെയും ആളുകളെ കടത്തിവിടുന്ന ഒരു സാഹചര്യമാണ്. ഒരു നേരത്തെ ഒരു ഭാഗത്തുകൂടിയാണ് കടത്തിവിട്ടുകൊണ്ടിരുന്നത്. ഇപ്പോൾ അതിന്റെ മറ്റൊരു വശത്തുകൂടി ആളുകളെ കടത്തിവിട്ടുകൊണ്ടിരിക്കുന്നു. കൈകളിൽ പൂക്കളേന്തിയാണ് പ്രവർത്തകർ വരുന്നത്. അവരെല്ലാം തന്നെ ഈ VS-ന് മുകളിലേക്ക് ആ പുഷ്പം അർപ്പിച്ചുകൊണ്ട് ഒരു പുഷ്പാർപ്പണം നടത്തിക്കൊണ്ട് പ്രിയപ്പെട്ട നേതാവിനെ വിട ചൊല്ലുകയാണ്. കാരണം ഇന്ന് വൈകിട്ട് ആലപ്പുഴ വലിയ ചുടുകാട്ടിൽ VS അഗ്നിനാളങ്ങൾ VS-നെ ഏറ്റുവാങ്ങിക്കഴിഞ്ഞാൽ പിന്നീട് ഒരു കമ്മ്യൂണിസ്റ്റ് താരകമായി ചെന്താരകമായി ചരിത്രത്തിൽ VS എന്ന 2 അക്ഷരം ഉദിച്ചുയരും എന്നുള്ളത് ഉറപ്പാണ്. അങ്ങേയറ്റം വേദനാജനകമായ വൈകാരികമായ നിമിഷങ്ങളാണ് ഇത് എന്ന് പറയാതിരിക്കാൻ വയ്യ. ഏറെ നൊമ്പരപ്പെടുത്തുന്ന ആരുടെയും കണ്ണീരണിയിക്കുന്ന. നമസ്കാരം ശ്രീമതി പുഷ്പകുമാരി, താങ്കൾ എങ്ങനെയാണ് VS അച്യുതാനന്ദനെ ഓർത്തെടുക്കുന്നത്? അച്ഛൻ ജീവിച്ചിരുന്ന സമയം മുതൽ, എൻ്റെ അച്ഛൻ്റെ ചെറുപ്പകാലം മുതൽ രാഷ്ട്രീയത്തിലുള്ള ഒരാളായിരുന്നു. അച്ഛനെ മരിച്ചു കഴിഞ്ഞാലൊക്കെ ഞങ്ങൾ പാർട്ടിയിലുള്ള ആളാണ്. ഞാനൊരു അംഗൻവാടി വർക്ക് ചെയ്യുന്ന ആളാണ്, ചാരിമൂട്. എൻ്റെ സ്വന്തം വീട് കരിമുളക്കൽ പുതുക്കാട്ട് വീടെന്ന് പറയും. എന്നെ കൊണ്ടുവന്ന വീട് എൻ്റെ സ്വന്തം വീടിടെ പോണം. പിന്നെ ഞങ്ങൾ അച്ഛൻ പറയുന്ന മുതൽ ഞങ്ങൾ കേട്ട് ഇങ്ങനെ പുള്ളിയെക്കുറിച്ച് സഖാവിനെ കുറിച്ച് ഇങ്ങനെ അച്ഛൻ പറയുന്നത് കേട്ട് ഞങ്ങളും അതിനകത്ത് ഇത് കണ്ടും വളർന്ന ഒരാളാണ്. പിന്നെ ഞങ്ങൾ കേട്ടും കണ്ടും ഞങ്ങൾ ഈ പ്രവർത്തനത്തിനും ഒക്കെ ഇറങ്ങിയിട്ടുള്ള ഒരാളാണ്. പിന്നെ ഞങ്ങൾക്ക് സഖാവിനെ നഷ്ടപ്പെട്ടത് വളരെ ദുഃഖമുണ്ട്. കോടി ആദരാഞ്ജലി സമർപ്പിക്കുന്നു എൻ്റെ കുടുംബത്തിൻ്റെയും പേരിൽ. വളരെയധികം നന്ദി ശ്രീമതി പുഷ്പകുമാരി. റിയാസ് KMR നമ്മളോടൊപ്പം ചേരുന്നു. റിയാസ്, ഈ ഓരോ പ്രതികരണങ്ങളും വളരെയധികം എത്രമാത്രം അദ്ദേഹത്തെ ഓരോരുത്തരും സ്നേഹിക്കുന്നു എന്നതിനുള്ള ഉദാഹരണമാണ്. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ആലപ്പുഴയിലെ വസതിയിൽ പൊതുദർശനം പുരോഗമിക്കുകയാണ്. ഇതിനുശേഷം DC ഓഫീസിലേക്ക്, ആലപ്പുഴ DCയിലേക്ക് അദ്ദേഹത്തിൻ്റെ മൃതദേഹം കൊണ്ടുപോകും. അതിനുശേഷം വൈകുന്നേരത്തോടെ വലിയ ചുടുകാട്ടിൽ അദ്ദേഹത്തിൻ്റെ മൃതദേഹം സംസ്കരിക്കും. അതോടുകൂടി VS എന്ന 2 അക്ഷരം ഓർമ്മയായി മാറുന്ന, നേരത്തെ ഒരു പ്രേക്ഷക സൂചിപ്പിച്ചതുപോലെ എല്ലാവരുടെയും ഇടനെഞ്ചിൽ VS-ന് എന്നും ഒരു സ്ഥാനമുണ്ടാകും എന്ന് നമുക്ക് ഉറപ്പായും പറയാൻ സാധിക്കുന്ന ഒരു നിമിഷങ്ങൾ തന്നെയായിരിക്കും ഈ ഒരു 2 ദിവസം അദ്ദേഹത്തിൻ്റെ മരണവാർത്ത അറിഞ്ഞ നിമിഷം മുതൽ നമുക്ക് പറയാൻ സാധിക്കും എത്രമാത്രം അദ്ദേഹത്തെ ഓരോരുത്തരും സ്നേഹിച്ചിരുന്നു എന്ന് നമുക്ക് പറയാൻ സാധിക്കും. റിയാസ് KMR തുടരാം. എടുത്തു പറയേണ്ടുന്ന ഒരു കാര്യം, കണ്ണീർ മഴയായി പ്രവർത്തകരെത്തുമ്പോൾ പ്രകൃതി പോലും മഴയായി പെയ്തൊഴിയുകയാണ്. പ്രിയപ്പെട്ട VS-ന് അന്തിമ യാത്രയയപ്പ് നൽകാൻ വേണ്ടി എന്നുള്ളതാണ്. പ്രവർത്തകരെല്ലാം തന്നെ അങ്ങേയറ്റം വൈകാരിക തലത്തോടു കൂടിയാണ് ഈ ഒരു കാഴ്ച കാണാൻ ഇവിടേക്ക് എത്തിയിട്ടുള്ളത്. പ്രിയപ്പെട്ട നേതാവിനെ അവസാനമായി ഒരു നോക്ക് കാണണം, ഒന്ന് അന്തിമ അഭിവാദ്യം അർപ്പിക്കണം, വിട ചൊല്ലണം. ഇനി ചരിത്രത്തിന്റെ ഭാഗമാണ് VS എന്ന 2 അക്ഷരം. അതിനു മുൻപേ ഒരു നോക്ക് കാണണം ചേതനയേറ്റ ആ ശരീരമായി. നേരത്തെ നീട്ടിയും കുറുക്കിയും പ്രസംഗിച്ച് സാധാരണക്കാരന് വേണ്ടി ശബ്ദമുയർത്തി നീതിക്കായി ഒരുതിയ നേതാവാണ് ചേതനയേറ്റ് കിടക്കുന്നത്, ചേതനായി കിടക്കുന്നത്. ആ പ്രിയപ്പെട്ട നേതാവിനൊരു നോക്ക് കാണാൻ സ്ത്രീകളടക്കമുള്ള ആളുകൾ വളരെ നൊമ്പരത്തോടുകൂടി ഇവിടേക്ക് എത്തുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. പ്രിയപ്പെട്ട VS വീടിക്കകത്ത് വീടിന്റെ നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു പ്രേക്ഷകൻ ചേരുന്നുണ്ട്. കൊല്ലത്ത് നിന്നും ഷാജിയാണ് നമ്മളോടൊപ്പം ചേരുന്നത്. ഷാജി, നമുക്കറിയാം കൊല്ലത്ത് നിന്നും ഈ ഒരു വിലാപയാത്ര മണിക്കൂറുകൾ എടുത്താണ്, 20 മണിക്കൂറിലധികം എടുത്തതിന് ശേഷമാണ് തിരുവനന്തപുരത്ത് നിന്ന് ആരംഭിച്ച വിലാപയാത്ര ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ വസതിയിലെത്തിയിരിക്കുന്നത്. താങ്കൾക്ക് എന്താണ് VS-നെ ഈ ഒരു നിമിഷത്തിൽ VS-നെ കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവയ്ക്കാനുള്ളത്? VS എന്ന് പറയുന്ന സഖാവ് ഒരു അടിയുറച്ച കമ്മ്യൂണിസ്റ്റുകാരനായതുകൊണ്ട് മാത്രമാണ് ഒരുപക്ഷെ ഇത്രയേറെ ആളുകൾ നെഞ്ചിലേക്കുന്നത്. കാരണം അദ്ദേഹത്തിന്റെ ഏറ്റവും ഉയർന്ന കമ്മിറ്റിയായ PBയിൽ നിന്ന് ഒരിക്കൽ അയാളെ പുറത്താക്കിയപ്പോൾ അദ്ദേഹം മീഡിയാസിന്റെ മുമ്പിൽ ചോദിച്ചൊരു ചോദ്യത്തിന് മറുപടി പറഞ്ഞത്, എൻ്റെ അമ്മയാണ് എൻ്റെ പ്രസ്ഥാനം,
അപ്പോൾ എൻ്റെ വീട്ടിൽ എന്തെങ്കിലും തെറ്റുണ്ടായാൽ എൻ്റെ അമ്മ എന്നെ ശാസിക്കും. അതിൽ നിന്ന് ഇറങ്ങിപ്പോരുകയല്ല. KR ഗൗരിയമ്മയും MV രാഘവനും അതുപോലെ തന്നെ TP ചന്ദ്രശേഖരനും ഒരുമാതിരിപ്പെട്ടവരെല്ലാം ഈ പാർട്ടിയിൽ നിന്ന് പുറത്തു പോയപ്പോൾ അവരെല്ലാം പുകഴ്ത്തിയവർ. എന്തുകൊണ്ട് PB യിൽ നിന്ന് പുറത്തായിട്ട് പോലും അദ്ദേഹം പോയില്ല? അപ്പോൾ അദ്ദേഹം ഉദ്ദേശിച്ച ആ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ പ്രസ്ഥാനത്തിന്റെ ആശയം മരിക്കും വരെ ആശയത്തിൽ അടിയുറച്ച് നിന്നതുകൊണ്ടാണ് ഇന്നും അദ്ദേഹം ജനങ്ങളുടെ ഹൃദയത്തിൽ എപ്പോഴും നല്ല ഒരു VS ആയി സമരനായകനായി മുന്നേറും. വളരെയധികം നന്ദി ശ്രീ ഷാജി. ഇപ്പോൾ റിയാസ് KMR നമ്മളോടൊപ്പമുണ്ട്. റിയാസ്, തുടരാം. നൊമ്പരപ്പെടുത്തുന്ന കാഴ്ചകളാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. നെഞ്ചുപൊട്ടി ഉച്ചത്തിൽ മുദ്രാവാക്യം വിളിക്കുന്ന സ്ത്രീകളടക്കമുള്ള പ്രവർത്തകർ. കാരണം സ്ത്രീകൾക്ക് വേണ്ടി കൃത്യമായ സ്ത്രീപക്ഷ പോരാളിയായിരുന്നു VS എന്നുള്ളത് പറയേണ്ടുന്ന ഒരു കാര്യം തന്നെയാണ്. കാരണം ആ VS സ്ത്രീകൾക്ക് വേണ്ടി ഇടപെട്ട ഒരു നിരവധിയായിട്ടുള്ള മുഹൂർത്തങ്ങൾ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഉടനീളം നമുക്ക് കാണാൻ കഴിയും. ആ പ്രിയപ്പെട്ട നേതാവിന് അഭിവാദ്യം അർപ്പിക്കാൻ അതുകൊണ്ട് തന്നെ സ്ത്രീകളടക്കമുള്ള വലിയ സമൂഹം ഇങ്ങോട്ടേക്ക് എത്തുകയാണ്. പലരും ഈ നേതാവിന്റെ പ്രിയപ്പെട്ട VSന്റെ മൃതശരീരത്തിന് മുകളിലേക്ക് പുഷ്പവൃഷ്ടി നടത്തിക്കൊണ്ടാണ് ഈ യാത്രയപ്പ് അവസാനത്തെ ആദരം നൽകുന്നത്. രണ്ട് ഭാഗത്തുകൂടിയും ഈ ജനക്കൂട്ടത്തെ കടത്തിവിടാൻ റെഡ് വളണ്ടിയർമാരും പോലീസും നന്നേ പാടുപെടുന്ന അവസ്ഥ. പുറത്ത് മഴയുടെ ഒരു ചെറിയ മഴയുണ്ട്. ആ മഴ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ പ്രകൃതി പോലും കണ്ണീരോടെ VSന് വിട ചൊല്ലുകയാണ് എന്നുള്ളതാണ്. അങ്ങനെ നൊമ്പരപ്പെടുത്തുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് ഇപ്പോൾ ഈ വേലിക്കകത്ത് വീടിൽ കാണാൻ കഴിയുന്നത്. അത് കഴിഞ്ഞ് നേരെ ആലപ്പുഴ ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്കാണ് കൊണ്ടുപോവുക. CPM ജില്ലാ കമ്മിറ്റി ഓഫീസിൽ മുഖ്യമന്ത്രി അടക്കമുള്ളവർ അവിടെ കാത്തു നിൽക്കുന്നുണ്ട് VSന് വിട നൽകാൻ വേണ്ടി. അത് കഴിഞ്ഞായിരിക്കും ആലപ്പുഴ വലിയ ചുടുകാട്ടിലേക്ക് അന്ത്യ ചടങ്ങുകൾക്കായി VSന്റെ മൃതദേഹം കൊണ്ടുപോവുക. ഈ 22 മണിക്കൂർ നീണ്ട വിലാപയാത്ര, ആ വിലാപയാത്രയ്ക്ക് ഒടുവിലാണ് VS ഈ തിരുവനന്തപുരത്തെ ദർബാർ ഹാളിൽ നിന്നും പുന്നപ്രയിലെ വേലിക്കകത്ത് വീട്ടിലേക്ക് VSന്റെ മൃതദേഹവും വഹിച്ചുള്ള ആ വിലാപയാത്ര എത്തിയത്. വഴിയിലുടനീളം ആയിരക്കണക്കിന് സാധാരണക്കാരായ മനുഷ്യർ, പ്രവർത്തകർ, നേതാക്കൾ മുതൽ അപാലവൃദ്ധം ജനങ്ങളും VSന് അന്തിമോപചാരം അർപ്പിക്കാനുണ്ടായിരുന്നു എന്നുള്ള ഒരു വലിയ യാഥാർത്ഥ്യമുണ്ട്. ആ യാഥാർത്ഥ്യങ്ങൾക്കും അപ്പുറത്തത ഇവിടെയും റിയാസ് തുടരുക. ഇപ്പോൾ നമ്മളോടൊപ്പം മാന്നാറിൽ നിന്നും പരമേശ്വരൻ ചേരുന്നു. നമസ്കാരം ശ്രീ പരമേശ്വരൻ, താങ്കൾ എങ്ങനെയാണ് VS അച്യുതാനന്ദനെ ഓർത്തെടുക്കുന്നത്? കേൾക്കാം, പറഞ്ഞോളൂ. ഈ കപടലോകത്ത്, ഈ രാഷ്ട്രീയക്കാരുടെ ഈ കപടലോകത്ത് അദ്ദേഹം കുറച്ചുകൂടെ ജീവിച്ചിരുന്നു. ഹലോ, പറഞ്ഞോളൂ. കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ. അദ്ദേഹത്തിന്റെ രാജ്യം വളരെ ദുഃഖമുണ്ടാകുന്നുണ്ട്. അദ്ദേഹത്തിന്റെ അച്യുതാനന്ദനെ അല്ല നമ്മൾ, അദ്ദേഹത്തിന്റെ പ്രവൃത്തിയാണ് നമ്മൾ ബഹുമാനിക്കുന്നത്. അദ്ദേഹം സ്മരിക്കുന്നതുമാണ് അത് പ്രവൃത്തി. അദ്ദേഹത്തിന്റെ ഇന്നോളമുള്ള പ്രവൃത്തിയും ഇന്നത്തെ അദ്ദേഹത്തിന് കിട്ടുന്ന ആ അംഗീകാരം, അത് ഇപ്പോൾ നിലവിലുള്ള ആ പാർട്ടിയുടെ നേതാക്കന്മാരും അതിനകത്ത് ഉൾക്കൊള്ളുന്ന പ്രവർത്തകരും അത് മനസ്സിലാക്കി കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് അനുകരിച്ച്, അദ്ദേഹത്തെ അനുകരിച്ച് ഓരോരുത്തരും ഈ സാധനം ആകാൻ ശ്രമിക്കണമെന്ന് ഒരു അഭ്യർത്ഥന മാത്രമേ ഇപ്പോൾ എനിക്ക് പറയാനുള്ളൂ. ഒരുപാട് പറയാനുണ്ട്, എങ്കിൽ ചിലപ്പോൾ സമയം കിട്ടത്തില്ലായിരിക്കാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷെ ഇത്രയും ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. ഇത്രയും നന്ദി. ഹലോ, വളരെയധികം കേൾക്കാം. വളരെയധികം നന്ദി കേരള വിഷൻ ന്യൂസിനോടൊപ്പം പങ്കുചേർന്നതിന്. ഇപ്പോൾ താഹ നമ്മളോടൊപ്പം ചേരുന്നു. നമസ്കാരം ശ്രീ താഹ, താങ്കൾ എങ്ങനെയാണ് ഈ VS അച്യുതാനന്ദനെ ഓർമ്മിച്ചെടുക്കുന്നത്? VS അച്യുതാനന്ദനെ ഓർമ്മിക്കുക എന്ന് പറയുമ്പോൾ
അദ്ദേഹത്തിൻ്റെ ജനപിന്തുണ നമ്മളെയൊക്കെ അത്ഭുതപ്പെടുത്തുന്ന ഒരു പ്രതിഭാസമാണ്. താൻ ഉന്നയിച്ച ആദർശപരമായ കാര്യങ്ങൾ ജനങ്ങൾ അത് ഏറ്റെടുത്തിരിക്കുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് അദ്ദേഹത്തിൻ്റെ ഈ ഭൗതിക ശരീരവും വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്രയിൽ കാണുന്ന ആൾക്കൂട്ടം. വളരെയധികം നന്ദി ശ്രീ താഹ. നിരവധി പ്രേക്ഷകരാണ് VSനെ കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവയ്ക്കാനും അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ അർപ്പിക്കാനും അദ്ദേഹത്തെ കുറിച്ച് 2 വാക്ക് സംസാരിക്കുവാനുമായി നമ്മളെ വിളിക്കുന്നത്. ഇനി നോക്കാം ടോപ്പ് ഹെഡ്ലൈൻസ്. വിപ്ലവ നായകൻ ആലപ്പുഴ